ജീവനക്കാർക്കെതിരായ അച്ചടക്ക നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാരിന്റെ നിർദ്ദേശം. വിവിധ വകുപ്പുകൾക്ക് സംസ്ഥാന സർക്കാർ സർക്കുലർ അയച്ചു. 5-ാം തീയതിക്ക് മുമ്പ് തീർപ്പാക്കേണ്ട കേസുകളുടെ വിശദാംശങ്ങൾ ഭരണവകുപ്പിന് സമർപ്പിക്കണമെന്നും നിർദ്ദേശം. ഭരണവകുപ്പ് അയച്ച സർക്കുലറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് ഇങ്ങനെയൊരു സർക്കുലർ ഇറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്? എങ്ങനെയാണ്, എന്താണ് ഈ സർക്കുലറിന്റെ ഉള്ളടക്കം? വിവരങ്ങൾ എന്താണ് ഉമേഷ് ബാലകൃഷ്ണൻ? ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ജീവനക്കാർക്കെതിരായ അച്ചടക്ക നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാരിന്റെ നിർദ്ദേശം വരുന്നു. വിവിധ വകുപ്പുകൾക്ക് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച സർക്കുലർ അയച്ചിരിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, വിവരങ്ങൾ എന്താണ് ഉമേഷ്? നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻ ദിവസങ്ങളിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് വിവിധ പല കേസുകളിലും പ്രതിയായവർ, അഴിമതി കേസുകളിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തവർ തുടങ്ങിയവരെല്ലാം ഈ കേസ് ഒരു ഭാഗത്ത് നടക്കുകയും സർവീസിൽ നിർവാഹം തുടർന്നു പോവുകയും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ അച്ചടക്ക നടപടികൾ വകുപ്പ് തലത്തിൽ എടുക്കാൻ വലിയ രീതിയിൽ വിമുഖത കാണിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ തന്നെ പുറത്തുവിട്ടതുമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടി ഇപ്പോൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഭരണവകുപ്പ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നൽകിയിരിക്കുന്ന സർക്കുലറിൽ പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ക്രിമിനൽ കേസുകളിലോ മറ്റഴിമതി കേസുകളിലോ പെട്ടുകഴിഞ്ഞാൽ അവരുടെ അച്ചടക്ക നടപടി വേഗത്തിൽ നടപ്പാക്കണം. അത് ഓരോ മാസവും അതുമായി ബന്ധപ്പെട്ട അവലോകനവും ചേരണം. കൃത്യമായി 5-ാം തീയതി ഓരോ വകുപ്പിലും ചേരുന്ന അച്ചടക്ക നടപടികൾ, അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസുകളിൽ എടുത്ത തുടർ നടപടികൾ തുടങ്ങിയവ അറിയിച്ചുകൊണ്ട് ഭരണവകുപ്പിന് കത്ത് നൽകണം. അത് കൃത്യമായി ഓരോ മാസവും ഫോളോ ചെയ്തു പോകണം. അതിന് കൃത്യമായി ഒരു പട്ടികയും കൊടുത്തിട്ടുണ്ട്. അതായത് ക്രിമിനൽ കേസുകൾ, പോക്സോ കേസുകൾ, ലൈംഗിക ആരോപണ കേസുകൾ തുടങ്ങി വിവിധ കേസുകൾ, ആ കേസുകൾ ഓരോ കേസുകളിലും എത്ര ജീവനക്കാർ കേസിൽ പ്രതികളായിട്ടുണ്ട്, അതിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, അതിൽ എന്ത് നടപടി, അതായത് എന്ത് അച്ചടക്ക നടപടിയാണ് എടുത്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കത്ത് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ കൂടാതെ മറ്റൊരു കാര്യങ്ങൾ ഈ വീഴ്ച സംബന്ധിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും ഈ അച്ചടക്ക നടപടികൾ എടുക്കുന്നതിൽ വകുപ്പ് തലത്തിൽ വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വീഴ്ചകൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്നതാണ്. കാരണം ഇത്തരത്തിൽ കുറ്റം ചെയ്താലും അവർക്ക് നിർവാദം ഇതേ ജോലി തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്നും ഈ സർക്കുലർ പറയുന്നു. എന്തായാലും അടിയന്തര നടപടിയെടുക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഭരണവകുപ്പ് നൽകിയിട്ടുണ്ട്. ഇത് കൃത്യമായി പാലിച്ചില്ല എങ്കിൽ ഇതിന് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിന് ഉദ്യോഗസ്ഥപ്പെട്ട മേലധികാരി ഉണ്ടാവും. അവർക്കെതിരെ അച്ചടക്ക നടപടിയടക്കം ആലോചിക്കുമെന്നുള്ള മുന്നറിയിപ്പും ഈ സർക്കുലറിൽ പറയുന്നു. രജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.